ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് മിസ് നിങ്ങൾക്കായിട്ട് എടുക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 1 മൂവിങ് ഫോർവേഡ് ഫ്രം ദി സ്റ്റോൺ ഏജ് ആണ്. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ്, 2 പാർട്ടുണ്ട് അല്ലേ. ഹിസ്റ്ററി പാർട്ടും ഉണ്ട്, അതുപോലെ ജോഗ്രഫി പാർട്ടും ഉണ്ട്. അതിലുള്ള ഹിസ്റ്ററി പാർട്ടിലുള്ള ചാപ്റ്റർ 1 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? മൂവിങ് ഫോർവേഡ് ഫ്രം ദി സ്റ്റോൺ ഏജ്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ളൊരു ടേമാണല്ലേ സ്റ്റോൺ ഏജ്. നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണിത്. അപ്പം കൂടുതൽ നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ മിസ് നിങ്ങൾക്ക് ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഒരു എക്സെപ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ അല്ലേ. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ പുത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിക്ക് അയച്ചിട്ടുള്ള ആ ലെറ്ററിലുള്ള ഒരു എക്സെപ്റ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താ ഈ എക്സെപ്റ്റിൽ പറയുന്നത് എന്ന് നോക്കാം. We saw in our last letter that the chief difference between man and other animals was the intelligence of man. This intelligence made him clever and stronger than enormous wild animals who would otherwise have destroyed him. The primitive humans had a special weapons to fight his enemies. He could only throw stones at them. Then he began to make out of stone axes, spears, and many other things, including fine stone needles. We saw many of these stone weapons in the South Kensington Museum and also in the museum in Geneva. അപ്പോൾ ഈ ലെറ്ററിൽ അല്ലെങ്കിൽ എക്സെപ്റ്റിൽ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? നമ്മൾ കൂടുതലായിട്ടും പറയുന്നത് എന്താണ്? പണ്ടുള്ള മനുഷ്യരും അല്ലേ, എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ മാൻ ആൻഡ് അതർ ആനിമൽസ്, മനുഷ്യരും മറ്റു മൃഗങ്ങളുമായിട്ട് എന്താണ് വ്യത്യാസം എന്ന് പറയാണ്. മാനിന് എന്തുണ്ട്? ഇൻ്റലിജൻസ് ഉണ്ട്. അവർക്കുള്ള ആനിമൽസിനെയും കാട്ടി കൂടുതൽ അവർക്കുള്ളത് എന്താണെന്ന് ഇൻ്റലിജൻസ് ആണ് അല്ലേ. ഈ ഇൻ്റലിജൻസ് ആണ് അവരെ എന്താക്കി മാറ്റുന്നത്? ക്ലെവറാക്കി മാറ്റുന്നത്. മറ്റ് വൈൽഡ് ആനിമൽസിൽ നിന്ന് അവരെ ക്ലെവറാക്കി മാറ്റുന്നത് ഒരൊറ്റ ഘടകമാണ്. അതാണ് എന്ത്? ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞത് അല്ലേ. അപ്പം എന്താ പ്രിമിറ്റീവ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്? ഈ ചാപ്റ്ററിൽ നമ്മൾ ഇങ്ങനെ കേൾക്കുന്ന ഒരു ടേമാണ് പ്രിമിറ്റീവ് ഹ്യൂമൻസ്. ആദ്യകാല മനുഷ്യരെയാണ് എന്ത് പറയുന്നത്? പ്രിമിറ്റീവ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിമിറ്റീവ് ഹ്യൂമൻസിന് അല്ലെങ്കിൽ ആദ്യകാല മനുഷ്യരുടെ വെപ്പൺസ്, എന്താ വെപ്പൺസ്? ആയുധങ്ങളല്ലേ. അവർക്ക് എനിമീസിൽ നിന്ന്, ശത്രുക്കളിൽ നിന്നിട്ട് രക്ഷ നേടാനൊക്കെ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനൊക്കെ അവർക്ക് എന്താവശ്യമുണ്ട്? വെപ്പൺസ് ആവശ്യമുണ്ട്. അപ്പോൾ അവർ വെപ്പൺസ് ആയിട്ടൊക്കെ ആദ്യകാലത്ത് യൂസ് ചെയ്തിരുന്നത് എന്തായിരുന്നു? സ്റ്റോൺസ് ആയിരുന്നു അല്ലേ, കല്ലുകളായിരുന്നു. പിന്നെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഈ സ്റ്റോൺസിൽ നിന്ന് വെപ്പൺസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ആക്സസും സ്പിയേഴ്സും അതുപോലെ നീഡിൽസൊക്കെ അവരിങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയുന്നത്? ഈ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ലെറ്ററിൽ നിന്നിട്ടുള്ള ഒരു എക്സെപ്റ്റിൽ നിന്നിട്ട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഈ സ്റ്റോൺ ഏജ്. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ കേട്ടില്ലേ സ്റ്റോൺ ഏജ് എന്ന് പറയാം. അപ്പം മെയിനായിട്ട് നമ്മൾ സ്റ്റോൺ ഏജസും മെറ്റൽ ഏജസും തമ്മിലുള്ള ഡിഫറൻസും അതുപോലെ ഇതിലുള്ള ഓരോ സ്റ്റോൺ ഏജിൽ കുറച്ച് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഓരോന്നിനെയും സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ. Archaeologists divide human history into different stages on the basis of the materials used for making tools. ടൂൾസ് ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ടൂൾസ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് നോക്കിയിട്ട് ആർക്കിയോളജിസ്റ്റ് എന്ത് ചെയ്തു? മനുഷ്യ ചരിത്രത്തിനെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ സ്റ്റേജസ്? അപ്പോൾ 2 സ്റ്റേജസ് ആക്കിയിട്ടാണ് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയാണ്? സ്റ്റോൺ ഏജും മെറ്റൽ ഏജും. ടൂൾസ് സ്റ്റോൺസിനെ കൊണ്ട് ഉണ്ടാക്കിയ കാലഘട്ടത്തെ സ്റ്റോൺ ഏജ് എന്നും അതുപോലെ ടൂൾസ് മെറ്റൽസ് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ കാലഘട്ടത്തെ മെറ്റൽ ഏജും എന്നും വിശേഷിപ്പിച്ചു. ഓക്കെ. അപ്പം 2 ഏജസ് ആണുള്ളത് അല്ലെങ്കിൽ 2 സ്റ്റേജസ് ആണുള്ളത്. ഏതൊക്കെയാണ്? സ്റ്റോൺ ഏജും മെറ്റൽ ഏജും. സ്റ്റോൺ ഏജസിനെ 3 ആക്കിയിട്ട് നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ? സ്റ്റോൺ ഏജിനെ വീണ്ടും നമ്മൾ എത്രയാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? 3 ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. ഒന്നും കൂടെ പറഞ്ഞേ, ഏതൊക്കെയാണ് സ്റ്റോൺ ഏജിനെ ക്ലാസിഫൈ ചെയ്യുന്ന 3 ഏജസ് അല്ലെങ്കിൽ സ്റ്റോൺ ഏജിലുള്ള 3 ഏജസ് ഏതൊക്കെയാണ്?
പാലിയോലിത്തിക് ഏജ് അല്ലേ, പ്രാചീന ശിലായുഗം. സ്റ്റോൺ ഏജ് നമ്മൾ മലയാളത്തിൽ എന്താ പറയുക, ശിലായുഗം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. 3 യുഗങ്ങളാണ് കേട്ടോ. കാലഘട്ടത്തിനെയാണ് ഇവിടെ ഏജ് എന്ന് പറയുന്നത്, വയസ്സല്ല. അപ്പോൾ സ്റ്റോൺ ഏജിനെ എന്താ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺസ് യൂസ് ചെയ്ത് ടൂൾസ് ഉണ്ടാക്കിയ കാലഘട്ടമാണ് എന്ത്, സ്റ്റോൺ ഏജ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോൺ ഏജിനെ നമ്മൾ മെയിൻലി ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യുന്നത് എത്രയാക്കിയിട്ടാണ്, 3 ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണത്, പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ് ആണ്. പിന്നെ ഈ സ്റ്റോൺ ഏജിന് ശേഷം വന്നിട്ടുള്ള ഒരു യുഗമാണ് മെറ്റൽ ഏജ്. എന്താണ് മെറ്റൽ ഏജ്? മെറ്റൽ ഏജിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. 2 എണ്ണാക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണ്, ബ്രോൺസ് ഏജും അയേൺ ഏജും. ഏതൊക്കെയാണ്, ബ്രോൺസ് ഏജും അയേൺ ഏജും ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പം സ്റ്റോൺ ഏജ്. ഹാവ് യു എവർ തോട്ട് വൈ ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി വാസ് കോൾഡ് ദ സ്റ്റോൺ ഏജ്? ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അല്ലേ. എന്താ ചോദ്യം? വൈ ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി വാസ് കോൾഡ് ദ സ്റ്റോൺ ഏജ്? മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ ഫേസിനെ എന്തുകൊണ്ടാണ് സ്റ്റോൺ ഏജ് എന്ന് റെഫർ ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാൻ കാരണം എന്തായിരിക്കും? നിങ്ങൾക്കൊക്കെ അറിയാം, മനുഷ്യർ എന്തുപയോഗിച്ചിട്ടാണ് ആദ്യം ടൂൾസും വെപ്പൺസൊക്കെ നിർമ്മിച്ചത്? സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടാണ്. അല്ലേ, കല്ലുകൾ യൂസ് ചെയ്തിട്ടാണ് അവർ ടൂൾസും വെപ്പൺസൊക്കെ നിർമ്മിച്ചത്. അതെന്നാണ് ഇതിന് മെയിൻ കാരണം അല്ലേ. എന്താ നമ്മുടെ ചോദ്യം? വൈ ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി വാസ് കോൾഡ് ദ സ്റ്റോൺ ഏജ്? മനുഷ്യ ചരിത്രത്തിലെ ആദ്യ കാലഘട്ടത്തെ എന്തുകൊണ്ട് സ്റ്റോൺ ഏജ് എന്ന് അല്ലെങ്കിൽ ശിലായുഗം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? മനുഷ്യരുടെ ആദ്യമായിട്ട് അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ മനുഷ്യർ ടൂൾസും ആയുധങ്ങളും അല്ലേ, വെപ്പൺസും ടൂൾസൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തെ, ആ പീരീഡിനെ എന്ത് വിളിക്കുന്നത്? സ്റ്റോൺ ഏജ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബേസ്ഡ് ഓൺ ദി മെത്തേഡ് യൂസ്ഡ് ടു മേക്ക് സ്റ്റോൺ ടൂൾസ് ദ സ്റ്റോൺ ഏജ് ഇസ് ഡിവൈഡ് ഇൻ ടു 3. അപ്പം ഈ ബേസ്ഡ് ഓൺ ദ മെത്തേഡ് യൂസ് ടു മേക്ക് സ്റ്റോൺ ടൂൾ, ഈ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കുന്ന അതിന് യൂസ് ചെയ്ത മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബേസിൽ നമ്മുടെ സ്റ്റോൺ ഏജിനെ 3 ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റോൺ ഏജിനെ എത്രയാക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്? 3 എണ്ണം. ഏതൊക്കെയാണ്? പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. ഏതൊക്കെയാണ്? പാലിയോലിത്തിക്, മെസോലിത്തിക് ആൻഡ് നിയോലിത്തിക് ഏജ്. ഇനി നമ്മൾ ഓരോ ഏജസിനെയും കൂടുതലായിട്ട് പഠിക്കാൻ പോവുകയാണ്, കൂടുതൽ എലാബറേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ പോവുകയാണ്. ആദ്യത്തെ യുഗമാണ് പാലിയോലിത്തിക് ഏജ്. ഏതാണ്? പാലിയോലിത്തിക് ഏജ്. ഏറ്റവും ആദ്യകാല മനുഷ്യരുണ്ടായിട്ടുള്ള കാലഘട്ടമാണ് ഏത്? പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്, പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത്. അപ്പം പാലിയോലിത്തിക് ഏജിൻ്റെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ ഈ പാരഗ്രാഫ് ഉണ്ടല്ലോ, ഇത് എല്ലാ മക്കളും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അത് മിസ് ഇപ്പം തന്നെ പറഞ്ഞുതരാം. എന്താണ് പാലിയോലിത്തിക് ഏജ്? പാലിയോലിത്തിക് ഏജ് എന്ന് പറയുമ്പം നിങ്ങളുടെ മനസ്സിൽ ആദ്യമായിട്ട് ഉണ്ടാവേണ്ടത് എന്താണ്? അതിന് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ദ യൂസ് ഓഫ് റഫ് ഓർ അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. അവർ യൂസ് ചെയ്ത് സ്റ്റോൺ ടൂൾസ്, നമുക്കറിയാം ഈ 3 ഏജസിലും അവർ ടൂൾസ് എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്? സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ്, കല്ലുകൾ യൂസ് ചെയ്തിട്ടാണ്. ഈ സ്റ്റോണിൻ്റെ പ്രത്യേകത എന്താണ്? പാലിയോലിത്തിക് ഏജിൽ അവർ യൂസ് ചെയ്ത സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റഫായിട്ടുള്ള, അൺപോളിഷ്ഡ് അല്ലേ. പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്തൊക്കെ ആവാം. പോളിഷ് ചെയ്യാത്ത റഫായിട്ടുള്ള അല്ലെങ്കിൽ വലുതും അതുപോലെ റഫായിട്ടുള്ള സ്റ്റോൺ ടൂൾസാണ് പാലിയോലിത്തിക് ഏജിൽ അവർ യൂസ് ചെയ്തത്. അപ്പം ഒരു പോയിന്റ് പഠിച്ച് എന്താണ് ആദ്യത്തെ പോയിന്റ്? ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ പാലിയോലിത്തിക് ഏജ് ഈസ് എ യൂസ് ഓഫ് റഫ് ഓർ അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് അല്ലേ. റഫായതും അതുപോലെ അൺപോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസാണ് പാലിയോലിത്തിക് ഏജിൽ അവർ യൂസ് ചെയ്തത്. ദ ടേം പാലിയോലിത്തിക് ഈസ് ഡിറൈവ്ഡ് ഫ്രം 2 ഗ്രീക്ക് വേർഡ്സ്, പാലിയോസ് ഓൾഡ് ആൻഡ് ലിത്തോസ് സ്റ്റോൺ. പാലിയോലിത്തിക് എന്ന ടേം ഡിറൈവ് ചെയ്തത് 2 ഗ്രീക്ക് നാമങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ 2 ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്. ഏതൊക്കെയാണ് 2 ഗ്രീക്ക് വേർഡ്സ്? ഒന്ന് പാലിയോസ്. ഏതാണ്? ഫസ്റ്റ് വൺ പാലിയോസ്. പാലിയോസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഓൾഡ് എന്നാണ് അർത്ഥം, പഴയ അല്ലേ, ഓൾഡ്. പാലിയോസ് എന്ന് പറഞ്ഞാൽ ഓൾഡ്. അതുപോലെ ലിത്തോസ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ എന്നാണ് അർത്ഥം. എന്താണ്? കല്ല് എന്നാണ് അർത്ഥം. അപ്പം പാലിയോസ് എന്ന് പറഞ്ഞാൽ ഓൾഡ്, അതുപോലെ ലിത്തോസ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ആണ്. അപ്പോൾ പാലിയോലിത്തിക് ഏജിനെ കുറിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ മക്കൾക്ക് എഴുതാൻ പറ്റിയ 2 പോയിൻറ്റ്സ് കിട്ടിയേ. ആദ്യത്തെ പോയിൻ്റ് എന്താണ്? പാലിയോലിത്തിക് ഏജ് ഈസ് എ യൂസ് ഓഫ് റഫ് ഓർ അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. റഫായിട്ടുള്ളതും അൺപോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ്, വലുതിലെ ബിഗ് ആൻഡ് റഫ് സ്റ്റോൺ ടൂൾസാണ് അവർ യൂസ് ചെയ്തത്. പിന്നെ ദ ടേം പാലിയോലിത്തിക് ഈസ് ഡിറൈവ്ഡ് ഫ്രം 2 ഗ്രീക്ക് വേർഡ്സ്. ഏതൊക്കെയാണ്? പാലിയോസിൻ്റെ അർത്ഥം എന്താണ്? ഓൾഡ്. ആൻഡ് ലിത്തോസ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ. നിങ്ങളിപ്പോൾ എല്ലാ ടേമും നോക്ക്, പാലിയോലിത്തിക്, മെസോലിത്തിക്, ഇതിലൊക്കെ ലിത്തോസ് എന്ന് പറഞ്ഞ ടേമിൻ്റെ ഒരു ഭാഗമുണ്ട് അല്ലേ. അപ്പോൾ ലിത്തോസ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഇനി ആർക്കിയോളജിസ്റ്റ് പോയിൻ്റ് ഔട്ട് ദാറ്റ് ദർ വർ 3 മെയിൻ സ്റ്റേജസ് ഇൻ ദ യൂസ് ഓഫ് ടൂൾസ്. ദി ആർ ഗിവൺ ബിലോ. ഈ ആർക്കിയോളജിസ്റ്റ് പോയിൻ്റ് ചെയ്യുന്നുണ്ട് എന്ത്? ദർ വർ 3 മെയിൻ സ്റ്റേജസ് ഇൻ ദ യൂസ് ഓഫ് ടൂൾസ്. ഈ ടൂൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ 3 മെയിൻ സ്റ്റേജസ്, അവിടെ എത്ര സ്റ്റേജസ് ഉണ്ടായിരുന്നു? ദർ വർ 3 മെയിൻ സ്റ്റേജസ് ഇൻ ദ യൂസ് ഓഫ് ടൂൾസ്. ടൂൾസ് യൂസ് ചെയ്യുമ്പം അവിടെ മെയിൻലി കൂടുതലായിട്ട് 3 സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസ് ഏതൊക്കെയാണ്? അതും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ എന്താ ചോദ്യം വരിക? ആർക്കിയോളജിസ്റ്റ് പോയിൻ്റ് ഔട്ട് ദാറ്റ് ദർ വർ 3 മെയിൻ സ്റ്റേജസ് ഇൻ ദ യൂസ് ഓഫ് ടൂൾസ് ഇൻ പാലിയോലിത്തിക് ഏജ്. വിച്ച് ആർ ദേ എന്ന് ചോദിക്കാം. അപ്പം ഏതൊക്കെയാണ്? പഠിച്ചോളൂ. യൂട്ടിലൈസേഷൻ, ഫാഷനിങ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ. 3 എണ്ണം ഇപ്പം തന്നെ പഠിച്ചേ. യൂട്ടിലൈസേഷൻ, ഫാഷനിങ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ആണ് കേട്ടോ. അപ്പോൾ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഷേപ്പ്. എന്താണ്? എ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഷേപ്പ്. എന്താ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ? അതൊരു മെത്തേഡാണ്. എന്ത്? സ്റ്റോൺസ് നമുക്ക് അവർക്ക് കിട്ടുന്ന സ്റ്റോൺസ്, അവർ പെട്ടെന്ന് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺസ് ഒരു മാറ്റവും വരുത്താതെ, അതിൽ ഷേപ്പിലോ ഒരു മാറ്റവും ചേഞ്ചൊന്നും വരുത്താതെ അങ്ങനെ തന്നെ ടൂളായിട്ട് യൂസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ? എ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഷേപ്പ്. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺസ് ഒരു ചേഞ്ചസും വരുത്താതെ, ഷേപ്പിലൊന്നും ഒരു ചേഞ്ചസും വരുത്താതെ അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നതിനാണ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി രണ്ടാമത്തത് ഫാഷനിങ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഫാഷനിങ് ആണ്. എന്താ ഫാഷനിങ് എന്ന് പറഞ്ഞാൽ? ദ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോർഡിംഗ് ടു ദ നീഡ്. ആവശ്യത്തിനനുസരിച്ചിട്ട് അവരുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺസ് അവരെന്ത് ചെയ്യും? അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തും, ഷേപ്പിലൊക്കെ മാറ്റം വരുത്തിയിട്ട് അതിൻ്റെ നീഡിനനുസരിച്ചിട്ട് അവരുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺസിൽ എന്ത് ചെയ്യും? അവർ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അവർ യൂസ് ചെയ്യും. അതിനാണ് ഫാഷനിങ് എന്ന് പറയുന്നത്. എന്താണ് ഫാഷനിങ്? എന്ന് പറഞ്ഞാൽ ദ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോർഡിംഗ് ടു ദ നീഡ്. അവരുടെ നീഡിനനുസരിച്ചിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺസ്, കല്ലുകൾക്ക് ചെറിയ ചേഞ്ചസ് വരുത്തും, ഷേപ്പിലൊക്കെ ചെറിയ ചേഞ്ചസ് വരുത്തുന്നതിനാണ് ഫാഷനിങ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് പോയിൻ്റ് ഏതാണ്? സ്റ്റാൻഡർഡൈസേഷൻ ആണ്. എന്താ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ? ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പേർപ്പസ് ആണ്. എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ? ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പേർപ്പസ്. ഓരോ പേർപ്പസിനും അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങൾക്കും അവർ അതിനായിട്ട് എന്ത് ടൂൾസ് മേക്ക് ചെയ്യുകയാണ്? സ്പെസിഫിക് ആയിട്ടുള്ള ടൂൾസ് ഓരോ പേർപ്പസിനും ഉണ്ടാക്കുന്നതിനാണ് അല്ലെങ്കിൽ ആ മെത്തേഡിനാണ് എന്ത് പറയുന്നത്? സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പേർപ്പസ്. ഓരോ പേർപ്പസിനും വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് അതിന് പ്രത്യേകം ആയിട്ട് അതിന് ടൂൾസ് നിർമ്മിക്കുന്നതിനാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ? മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 3 മെയിൻ സ്റ്റേജസ് ഇൻ ദ യൂസ് ഓഫ് ടൂൾസ് ഇൻ പാലിയോലിത്തിക് ഏജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ പറയണം? യൂട്ടിലൈസേഷൻ, ഫാഷനിങ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ. ഇത് 3 എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ക്ലിയർ ആയിട്ടില്ല? ജസ്റ്റ് ഒന്നും കൂടി റിവൈൻഡ് ചെയ്തിട്ട് കാണുക കേട്ടോ, അപ്പം മനസ്സിലാവും. പിന്നെ
The pictures given below are the different tools used by primitive humans during different phases of Paleolithic age. പാലിയോലിത്തിക് ഏജിൻ്റെ പല കാലഘട്ടങ്ങളിലായിട്ട് പല ഫേസസിലായിട്ട് അന്നത്തെ ആളുകൾ യൂസ് ചെയ്തിരുന്ന കുറച്ച് ടൂൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കൂ. പെബിൾ ടൂൾസ് ഉണ്ട്, അതുപോലെ ബൈഫേസ് കോർ ടൂൾസ്, ഫ്ലേക്ക് ടൂൾസ്, ഇതൊക്കെയാണ് അല്ലേ. അതുപോലെ അടുത്ത പിക്ചേഴ്സിലും കാണുന്നുണ്ട് ചോപ്പിംഗ് ടൂൾസ്, സ്റ്റോൺ ടൂൾസ് മെയ്ഡ് യൂസിങ് ബ്ലേഡ് ടെക്നിക്. അപ്പം എന്തൊക്കെ അതിൻ്റെ അന്നത്തെ കാലത്ത് പാലിയോലിത്തിക് ഏജിലുള്ള ആളുകൾ പ്രിമിറ്റീവ് ഹ്യൂമൻസ് യൂസ് ചെയ്തിരുന്ന ടൂൾസ് ആയിരുന്നു. ഇനി നിങ്ങൾക്ക് പഠിക്കേണ്ട ഒന്നാണ് കോർ ആൻഡ് ഫ്ലേക്സ്. എന്താണ് കോർ അല്ലെങ്കിൽ എന്താണ് ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു ആയുധമാണ്, ടൂൾസാണ്. അപ്പോൾ വെൻ എ പീസ് ഓഫ് സ്റ്റോൺ ഈസ് ബ്രോക്കൺ ഇൻ ടു 2 or more pieces, the largest piece is called the core and the smaller pieces are called flakes. ജസ്റ്റ് ചെറിയൊരു കാര്യമുള്ളൂ, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി, നിങ്ങൾക്ക് ഈ പോയിൻ്റ് ചെയ്താം. കോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റോണ്, വെൻ എ പീസ് ഓഫ് സ്റ്റോൺ, ഒരു സ്റ്റോണ് പെട്ടെന്ന് ബ്രോക്കായി. when a piece of stone is broken into 2 or more pieces, 2 അല്ലെങ്കിൽ 3 അല്ല അതിലധികമോ ആയിട്ടുള്ള പീസസ് ആയിട്ട് ഒരു സ്റ്റോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ലാർജസ്റ്റ് പീസിനെ അല്ലെങ്കിൽ ആ പൊട്ടിയിട്ടുള്ള ഇതിൽ വെച്ചിട്ട് വലിയ പീസിനെയാണ് കോർ എന്ന് പറയുന്നത്. അതുപോലെ ആ പൊട്ടിയ സ്റ്റോണിൽ നിന്നുള്ള ഏറ്റവും ചെറിയ പീസുകളെയാണ് ഫ്ലേക്സ് എന്ന് പറയുന്നത്. എന്താണ് ഫ്ലേക്സ് എന്ന് പറയുന്നത്? ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഈ കോർ സ്റ്റോൺ യൂസ് ചെയ്തിട്ട് നമ്മൾ ടൂൾസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ കോർ ടൂൾസ് എന്നും, അതുപോലെ ഫ്ലേക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടൂൾസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ ഫ്ലേക്ക് ടൂൾസ് എന്നും വിളിക്കുന്നു. ക്ലിയർ ആണല്ലോ? എന്താ കോറും എന്താ ഫ്ലേക്സും? ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു പീസ് ഓഫ് സ്റ്റോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ 2 3 അതിലധികമോ പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. അതിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പീസിനെ കോർ എന്നും ഏറ്റവും ചെറിയ പീസിനെ ഫ്ലേക്സ് എന്നും പറയുന്നു. ക്ലിയർ അല്ലേ മക്കളെ? സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം വളരെ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് മിസ്സ് വരുന്നതായിരിക്കും. അതുവരെ എന്ത് ചെയ്യാം, ഇത്രയും എടുത്തത് നല്ല രീതിയിൽ വായിച്ചിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ താങ്ക് യു ഫ്രം എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ.